ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ ടെസ്റ്ററിൻ്റെ ഒത്തൻറ്റിക് എന്ന് പറഞ്ഞ ബേസ് മോഡൽ, അതായത് 10.49 ലാക്സിന് അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾ കാണുന്ന ഓർ ആർ പാസ് വെച്ച് 10.29 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ മോഡലിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു, ഒരു വേരിയൻസിൻ്റെ എക്സ്പ്ലനേഷൻ പോലെ. എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇതിൻ്റെ സെക്കൻഡ് ബേസ്, അതായത് 11.69 ലാക്സിൻ്റെ പ്രൈസിൽ ശരിക്കും വരുന്ന ഓർ 11.39 ലാക്സ് ആർ പാസ് പ്രീ ബുക്ക് ചെയ്തവർക്ക് പ്രൈസ് കിട്ടുന്ന എവല്യൂഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ബേസ് മോഡൽ പറഞ്ഞ പോലെ തന്നെ താഴത്തെ സിൽവർ സ്കിപ്പ് പ്ലേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, LED ഫോഗ് ലാംപ്സും കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്തും ഇക്കോ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. നമുക്ക് ഇതിനെ തൊട്ട് മുകളിലത്തെ വേരിയന്റിലേക്ക് പോകുകയാണെങ്കിൽ ഫുൾ LED ഹെഡ് ലാംപ്സ് കിട്ടും. ഇത് കുറച്ചും കൂടെ നോർമൽ റിഫ്ലക്ടർ ബേസ്ഡ് LED ലൈറ്റ്സ് പോലത്തെ സംഭവമാണ്. പക്ഷേ DRLs നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നുണ്ട്. ഡസ്റ്ററിൻ്റെ ബാഡ്ജിങ് ഫ്രണ്ടിൽ നമ്മുടെ നടുവിലെ ഗ്രില്ലിൽ ബേസ് മോഡൽ പോലെ കിട്ടുന്നുണ്ട്. സ്കിപ്പ് പ്ലേറ്റ്സ് സിൽവർ അല്ലാത്ത രീതിയിൽ ഇതിനകത്ത് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ മറ്റേ ബോഡി ക്ലാഡിംഗ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ വരുന്നത്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസ് മോഡൽ പോലെ തന്നെ അവർ ലെഫ്റ്റ് സൈഡിൽ, ഏത് സൈഡിലാണെങ്കിലും ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് റെനോഡ് ബാഡ്ജിങ് ഒക്കെ ഉള്ളൊരു ഗ്ലോസി ബ്ലാക്ക് സാധനം കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാ വേരിയൻസിലുണ്ട്, ഈ വേരിയൻറ്റിലുണ്ട്. പിന്നെ മിറേഴ്സ് എല്ലാം ബോഡി കളറാണ്, ഡോർ ഹാൻഡിൽസ് ബോഡി കളറാണ്. മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫോൾഡ് ചെയ്യാം, എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലൊരു റൂഫ് റെയിൽസ് പോലത്തെ സെറ്റപ്പ് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വീൽസ് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. നമുക്ക് സെക്കൻഡ് ബേസ് മോഡൽ പോലെ റെനോ ഇപ്രാവശ്യം ഇതിനകത്ത് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റ് പോലെ തന്നെ വീൽസിൻ്റെ സൈസ് 17 ഇഞ്ചാണ്, സ്റ്റീൽ വീൽസ് ആണെന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് സിൽവർ ഫിനിഷുള്ള അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. സിൽവർ ഫിനിഷ് വലിയ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് അലോയ് അവർ സെക്കൻഡ് ബേസ് മോഡൽ കൊടുക്കുന്നുണ്ടല്ലോ, അതും ഈ ഒരു പ്രൈസിൽ നിന്നും കൂടെ ആലോചിക്കണം. ഇനി റിയർ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ടെയിൽ ലാംപ്സ് കിട്ടുന്നുണ്ട്, LED ആയിട്ട്. ബേസ് മോഡൽ പോലെ തന്നെ ഇതിനകത്ത് ടെയിൽ ലാംപ്സ് ഒക്കെ LED ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഒരു ഫംഗ്ഷണൽ എലമെൻ്റ് ആയിട്ട് ഒരു നടുവിൽ പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് എന്തായാലും ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് എല്ലാ സാധനങ്ങളും ഫംഗ്ഷനാണ്. പിന്നെ റിയർ വൈപ്പർ വാഷർ ഡിഫോവർ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ പോലെ കിട്ടുന്നുണ്ട്. ബേസിക് വേരിയൻ്റ് ഇല്ലാത്തൊരു സംഭവമാണത്. സോ അതെന്തായാലും ഈ വേരിയൻ്റ് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ബാക്കി സാധനങ്ങൾ, അതായത് സ്പോയിലറൊക്കെ ഒരു ബേസ് മോഡൽ പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് LED സ്റ്റോപ്പ് ലാംപ്സ് ഒക്കെ ബേസ് മോഡൽ പോലെ ഉണ്ട്. താഴത്ത് നമുക്ക് സിൽവർ സ്കിപ്പ് പ്ലേറ്റ്സ് ഈ വേരിയന്റിലും ബാക്കിൽ കിട്ടുന്നതായിരിക്കില്ല. ഫ്രണ്ടിലും ബാക്കിലും നോർമൽ സ്കിപ്പ് പ്ലേറ്റ്സ് ആണ് വരുന്നത്, ഫുൾ ബ്ലാക്ക് കളറിൽ. അത് സിൽവറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രോപ്പർ ടോപ്പിൽ കിട്ടുന്ന ഒരു സെയിം ലുക്ക് തന്നെ കിട്ടും. അത്രേ ഉള്ളൂ ഇതിൻ്റെ ടോട്ടൽ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി പറയാനാണെങ്കിൽ. പിന്നെ ബേസ് മോഡൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉള്ളത് ബാക്കിൽ ക്യാമറയുടെ കാര്യത്തിലാണ്. നമുക്ക് ഇതിനകത്ത് റിയർ ക്യാമറ കിട്ടുന്നുണ്ട്, റിയർ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. സെൻസേഴ്സ് ബേസ് മോഡൽ പോലെ ഉണ്ട്, പക്ഷേ ക്യാമറ നമുക്ക് കിട്ടുന്ന ഈ ഒരു വേരിയന്റ് പോലാണ്. പിന്നെ കളേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് 3 കളേഴ്സാണ് ഇതിനകത്ത് കിട്ടുന്നത്. ബേസ് മോഡലും ബ്ലാക്ക്, സിൽവർ, വൈറ്റ്, ഇത്രയും കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമ്മൾ ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര വലിയ ചേഞ്ച് ഡാഷ്ബോർഡ് ലേഔട്ട്, കളർ തീം അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് എക്സ്ട്രാ കുറച്ചധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കും, നമുക്ക് കറക്റ്റ് ബേസ് മോഡലിൽ കിട്ടുന്ന പോലെ തന്നെയാണ്. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷൻ. അതിൽ സിൽവർ നമുക്ക് ആകപ്പാടെ കിട്ടുന്ന നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഡാഷ്ബോർഡിൻ്റെ. അത് അവർ സാധാരണ പിന്നൊന്നും ബേസ് മോഡൽ ഇങ്ങനത്തെ ഒരു ഫിനിഷ് കൊടുക്കാത്തതാണ് ഇവർ. പക്ഷേ ഏതായാലും ബേസ് മോഡൽ, സെക്കൻഡ് ബേസ് മോഡൽ എല്ലാത്തിലും ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടുണ്ട്. ഇനി അതല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ സെയിം ബേസ് മോഡലിൽ കിട്ടുന്ന അതേ ഫിനിഷ് തന്നെയാണ്. ലെതർ റാപ്ഡ് ഒന്നുമല്ല, പക്ഷേ എക്സ്ട്രാ കൺട്രോൾസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്രൂസ് കൺട്രോൾ ഈ സെക്കൻഡ് ബേസ് മോഡൽ മേലെ ആഡ് ആയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ സ്റ്റിയറിംഗ് മോഡൽ, ഓഡിയോ കൺട്രോൾസ്, ഡെഡിക്കേറ്റഡ് മറ്റേ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ എല്ലാ കൺട്രോൾസും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതായത് മീഡിയ കൺട്രോൾസ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മറ്റേ സംഭവം, അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബേസ് മോഡൽ മേലെ ഈ ക്ലസ്റ്റർ തന്നെയാണ് കിട്ടുന്നത്. 7 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ കളർ TFT ഡിസ്പ്ലേ ഉള്ള ഒരു ക്ലസ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റേ 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ, അതായത് വലിയ സൈസുള്ള സാധനം വേണമെങ്കിൽ അത് നമുക്ക് മറ്റേ ടെക്നോ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് മൂലമാണ് കിട്ടുന്നത്. താഴത്തെ 3 വേരിയന്റ്, അതായത് ഒത്തൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ, ഈ 3 എണ്ണത്തിൽ നമുക്ക് ഈ ഒരു സെയിം ക്ലസ്റ്റർ തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തും ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ആണ്, പക്ഷെ അവിടെ നമുക്കൊരു സിൽവർ എലമെൻറ്റ് വരുന്നുണ്ട്. ഗ്രാബ് റെയിൽസ് പോലെ ബേസ് മോഡൽ പോലെയുള്ളതാണ്. ഇതിനകത്ത് 4 പവർ വിൻഡോസ് ഓട്ടോ അപ്പ് ഡൗൺ ആണ് ബേസ് മോഡൽ പോലെ തന്നെ. ആൻഡ് സെൻറ്റർ കൺസോളിൽ നമുക്ക് 10.1 ഇഞ്ചസിൻ്റെ പുതിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈം സിസ്റ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇത് സെക്കൻഡ് ബേസ് മോഡലാണെന്ന് ആലോചിക്കണം. ടോപ്പിൽ കിട്ടുന്ന സെയിം സ്ക്രീനാണ് ഇവിടെയും കിട്ടുന്നത്. നമുക്ക് മറ്റേ ഇൻബിൽട്ട് ഗൂഗിളിൻ്റെ സർവീസ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ മാനുവൽ ഡേ നൈറ്റ് IRVMs വരുന്നുണ്ട്, ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. ഈ മാനുവൽ ഡേ നൈറ്റ് IRVMs ബേസ് മോഡൽ പോലെ കിട്ടുന്ന സംഭവമാണ്. സോ അത് അഗൈൻ വലിയ കുഴപ്പമില്ല.
കുഴപ്പമില്ല. ഇനി വീണ്ടും താഴത്തേക്ക് വരികയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ എ സി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വേരിയൻറ്റിൽ അവർ ഓട്ടോ എ സി കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ എല്ലാം കൊണ്ടും സെറ്റായിരുന്നു. കാരണം പ്രൈസും കുഴപ്പമില്ല, നമുക്ക് ഈവൻ ഇൻറ്റീരിയർ കാണാനാണെങ്കിലും കുഴപ്പമില്ല, ആവശ്യത്തിന് ഫീച്ചേഴ്സും ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, പുറത്തുനിന്ന് വേറെ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തായാലും ആ ഒരു സംഭവം നമ്മുടെ നോർമൽ 3 നോബാണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് വെച്ച് മാനുവൽ എ സി കമ്പനികൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതല്ല, സാധാരണ നമ്മുടെ 3 റോട്ടറി നോബാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ ആ ഒരു നല്ല വിഷ്വൽ എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗിയർ നോബിൻ്റെ സറൗണ്ട് എന്തായാലും നമുക്കൊരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം പ്രീമിയം ഫിനിഷ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ആംറസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റോറേജ് അതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ ഫിനിഷ് നമുക്ക് കാണാം. നമുക്ക് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ ബ്ലാക്ക് ഫിനിഷ് വന്ന പോലെ തന്നെ സീറ്റ്സും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ബേസിക് 2 വേരിയൻസിലാണ് നമുക്ക് മൊത്തം ബ്ലാക്ക് കോമ്പിനേഷനുള്ള സീറ്റ്സ് കിട്ടുന്നത്. ഫാബ്രിക് സീറ്റ്സ് തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു ബ്രൗൺ ഫിനിഷ് ആയിരിക്കും സീറ്റ്സിലും അതുപോലെ ഡാഷ്ബോർഡിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട്. ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ 3 3-point സീറ്റ് ബെൽറ്റ് ഉണ്ട്. ബാക്കിൽ AC വെൻസ് നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ റിയർ അഡ്ജസ്റ്റബിൾ ആംറസ്റ്റും വരുന്നുണ്ട്. ഇനി റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ പവർ ടെയിൽ ഗേറ്റ് വരും. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് വരും. പിന്നെ നമുക്ക് പാനറോമിക് സൺറൂഫും വരും. ഇതിൻ്റെ തേർഡ് വേരിയൻ്റ് പോലെ തന്നെ പാനറോമിക് സൺറൂഫും ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, അതായത് മറ്റേ ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റ് നമ്മൾ തന്നെ പൊക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ പൊങ്ങിക്കോളും. സോ അതൊക്കെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലെല്ലാം കോമൺ ആണ്. TPMS ഉണ്ട്, 6 എയർ ബാഗ്സ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, ABS, TBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അങ്ങനെ എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും ഇത് സെക്കൻഡ് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, 6 സ്പീഡ് മാനുവലാണ് വരുന്നത്, 100 PS-ഉം 160 Nm ടോർക്കുമാണ് വരുന്നത്. പിന്നെ 1.3 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, 163 PS-ഉം അതുപോലെ 280 Nm ടോർക്കുമാണ് വരുന്നത്. അത് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് വെറ്റ് ക്ലച്ച് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കിട്ടുന്നുണ്ട്. സെക്കൻഡ് ബേസ് മോഡലാണെങ്കിലും ഓട്ടോമാറ്റിക്കൽ കോംപ്രമൈസ് ഒന്നുമില്ല, നമുക്ക് അതൊക്കെ അവൈലബിൾ ആണ്. ഇനി പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ നമ്മുടെ ടർബോ പെട്രോൾ മോഡൽ 11.69 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓർ മാർച്ച് 31 മുന്നേ വണ്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11.39 lakhs നമുക്ക് അതിൻ്റെ പ്രൈസ് കിട്ടുന്നത്. അഗൈൻ അത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ്. ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.2 lakhs എക്സ്ഷോറൂമിൽ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ആ ഒരു പ്രൈസ് ഡിഫറൻസിന് നിങ്ങൾക്ക് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആവശ്യത്തിന് ഫീച്ചേഴ്സ് വേണം. ഇനി ഒരുപാട് ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മോഡൽ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം നമ്മൾ എക്സ്ട്രാ ഇടേണ്ട ആവശ്യമുണ്ട്. 13.49 lakhs അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിനകത്ത് ആവശ്യത്തിന് വൃത്തിയായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഇതിനകത്ത് ഓട്ടോ AC ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ടർബോ പെട്രോൾ മോഡലിൻ്റെ പ്രൈസ് വേണമെങ്കിൽ അത് നോക്കാം. ഇതിപ്പോൾ മാനുവൽ മോഡലാണ്, 12.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 1.3 lakhs പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഈ വേരിയൻറ്റിൽ. അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ചിലതിൽ 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉള്ളൂ. ഇതിലെന്തായാലും 1.3 lakhs എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ പവർ വേണമെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 ലിറ്റർ എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ടർബോ ലാഗ് ഉണ്ടാവും. പിന്നെ അത്ര നല്ല പിക്കപ്പ് ലോ എൻഡിൽ എന്തായാലും ഉണ്ടാവണമെന്നില്ല. ടർബോ കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കതല്ലാതെ DCT കിട്ടുന്നുണ്ട്. 14.49 lakhs അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.5 lakhs നിങ്ങൾ DCTക്ക് വേണ്ടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അഗൈൻ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ 1 ലിറ്ററിൽ CVT കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അതിപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് വാങ്ങാൻ പറ്റിയേനെ. എനിവേ ഇതാണ് നമ്മുടെ ഡസ്റ്ററിൻ്റെ സെക്കൻഡ് ബേസ്, അതായത് എവല്യൂഷൻ എന്ന് പറഞ്ഞ മോഡലിൽ കിട്ടുന്ന ഫീച്ചേഴ്സ്. എനിക്കത് അത്യാവശ്യം നല്ലൊരു വേരിയൻ്റ് ആയിട്ടാണ് തോന്നിയത്. നമുക്ക് എന്തായാലും ഇതിന് തൊട്ട് മുകളിൽ വരുന്ന ടെക്നോയും ടെക്നോ പ്ലസിൻ്റെയും കൂടെ വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്, ഏതൊക്കെയാണ് വാങ്ങുന്നത് നല്ലത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. ഡസ്റ്ററിൻ്റെ ഇതുപോലെ അപ്ഡേറ്റ്സ് കിട്ടാനും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ടും കൂടെ ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.